ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ചെയ്ത ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് എങ്ങനെയാണ് ജിഗ്ഗിങ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇന്ന് ജിഗ്ഗിങ്ങിൻ്റെ പല രീതിയിലുള്ള ആക്ഷൻസാണ് കാണിക്കുന്നത്. അതിൽ നമ്മൾ ലൂർ കാസ്റ്റ് ചെയ്യുമ്പോഴും ജിഗ്ഗിങ് ചെയ്യുമ്പോഴും ഫസ്റ്റ് നമ്മൾ അത് പൊസിഷൻ, നമ്മൾ നിൽക്കുന്ന പൊസിഷനാണ് സെറ്റ് ചെയ്യേണ്ടത്. അതായത് ലൂർ കാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നിൽക്കേണ്ടത് എപ്പോഴും ഷോറിനടുത്ത്, വെള്ളത്തിനടുത്ത് പോയിട്ടാണ് നിൽക്കേണ്ടത്. കൂടാതെ നമ്മൾ റോഡ് ലൂർ കാസ്റ്റ് ചെയ്യുമ്പോൾ റിട്രീവ് ചെയ്യുന്ന സമയത്ത് താഴ്ത്തിയിട്ടാണ് പിടിക്കേണ്ടത്. ജിഗ്ഗിങ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു 3 അടി 4 അടി ഉയരത്തിൽ നിന്ന ശേഷം ഇങ്ങനെ ഉയർന്ന ഭാഗത്ത് നിന്നിട്ടാണ് ജിഗ് ചെയ്യേണ്ടത്. ജിഗ്ഗിങ് ചെയ്യുമ്പോൾ റോഡ് പൊക്കിയിട്ടാണ് പിടിക്കേണ്ടത്. ഇതാണ് ഒരു മെയിൻ ഒരു വ്യത്യാസം. ജിഗ്ഗിങ് പ്രോപ്പർ ആവണം എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യമാണിത്. നമ്മൾ കറക്റ്റ് പൊസിഷനിൽ ഉയരത്ത് നിൽക്കുക, ഉയരത്ത് നിന്നിട്ട് റോഡ് പൊക്കിയിട്ടാണ് പിടിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഉയരത്ത് നിൽക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിഗ് വെള്ളത്തിൽ ഡ്രോപ്പ് ആയ ശേഷം നമ്മൾ ജിഗ് ചെയ്യുമ്പം ആ ജിഗ് വെർട്ടിക്കലായിട്ട് മുകളിലേക്ക് പൊങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈറ്റിൽ പോയി നിൽക്കുന്നത്. നമ്മൾ താഴത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ ആ ജിഗ് വരുന്ന വെർട്ടിക്കൽ പൊസിഷൻ മാറി ഹൊറിസോണ്ടൽ പൊസിഷനിലേക്ക് വരും. അപ്പോൾ ആ ഹൊറിസോണ്ടൽ പൊസിഷൻ ഒഴിവായി മാക്സിമം വെർട്ടിക്കലിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉയരത്ത് നിൽക്കുന്നത്. ഓക്കെ. രണ്ടാമത് ജിഗ്ഗിങ്ങിൽ ശ്രദ്ധിക്കേണ്ടത്, എനിക്കൊന്നും എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്, റോഡ് എങ്ങനെയാണ് പിടിക്കേണ്ടത്. ഓക്കെ, ഏത് പൊസിഷനിൽ വെച്ചിട്ട് എങ്ങനെയാണ് ജിഗ്ഗിങ് ചെയ്യേണ്ടത്. പല രീതിയിലാണ് അത് പല രീതിയിൽ ചെയ്യാൻ പറ്റും. നമ്മൾ ഉപയോഗിക്കുന്ന റോഡിൻ്റെ വെയിറ്റ്, നമ്മളെ ശരീര പ്രകൃതി, നമ്മൾ തടി കൂടിയ ആളാണോ മെലിഞ്ഞ ആളാണോ അതിനൊക്കെ അനുസരിച്ച് നമുക്ക് റോഡ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഒരു കപ്പാസിറ്റി, അതിനെല്ലാം അനുസരിച്ചിട്ടാണ് റോഡ് പിടിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് ഫാസ്റ്റ് ആക്ഷൻ ജിഗ്ഗിങ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഫാസ്റ്റ് ആക്ഷൻ ജിഗ്ഗിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മീഡിയം സ്ലോ ജിഗ്ഗാണ് ഇവിടെ നിങ്ങൾ കാണിക്കുന്നത്. മീഡിയം സ്ലോ ജിഗ്ഗാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് കാസ്റ്റ് ചെയ്ത ശേഷം ഈ ജിഗ് ബോട്ടം ടച്ച് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ബെയിൽ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ജിഗ്ഗിങ് സ്റ്റാർട്ട് ചെയ്യും. ആ ജിഗ്ഗിങ് സ്റ്റാർട്ട് ചെയ്യുമ്പം ഫസ്റ്റ് എങ്ങനെയാണ് റോഡ് പിടിക്കേണ്ടത് എന്നുള്ളതാണ് നോക്കുന്നത്. ഈ ഫസ്റ്റ് ഞാൻ ഫസ്റ്റ് ആക്ഷനിൽ വേണ്ടി റോഡ് പിടിക്കുക. ഈ റോഡ് ഇതുപോലെ പിടിക്കും. ഓക്കെ. ഇതുപോലെ പിടിച്ചിട്ട് കാസ്റ്റ് ചെയ്ത ശേഷം നമ്മൾ ഈ കക്ഷത്തിൽ ആണ് ഈ ഹാൻഡിൽ കൊണ്ടുപോയി വെക്കുന്നത്. കക്ഷത്തിൽ ഹാൻഡിൽ കൊണ്ടുപോയി വെച്ച് ഈ ഒരു സപ്പോർട്ടിലാണ് നമ്മൾ പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ടാണ് നമ്മൾ ജിഗ്ഗിങ് ചെയ്യുക, ഫാസ്റ്റ് ആക്ഷനിൽ വേണ്ടി ചെയ്യുന്നത്. ഇതൊരു മെത്തേഡാണ്, വേറെ മെത്തേഡ് ഉണ്ട്, ഞാൻ 1 by 1 കാണിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം കാസ്റ്റ് ചെയ്യാം. കാസ്റ്റ് ചെയ്തിട്ട് ജിഗ് ബോട്ടം ടച്ച് ആയ ശേഷം നമുക്ക് ജിഗ്ഗിങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് കാസ്റ്റിങ്. കാസ്റ്റിങ് ചെയ്ത് ജിഗ് വെള്ളത്തിൽ പോയി ഡ്രോപ്പായ ശേഷം ഞാൻ അത് ടച്ച് ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞാൻ വിൻഡ് ഉണ്ട്, അപ്പോൾ വിൻഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൈ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ജിഗ് ഏകദേശം താഴത്ത് പോയി മുട്ടിയിട്ടുണ്ട്. താഴത്ത് മുട്ടിയ ശേഷം ഈ ലൂസായി കിടക്കുന്ന ലൈന് ഒന്ന് ടൈറ്റ് ചെയ്യുക. ലൂസായി കിടക്കുന്ന ലൈന് ടൈറ്റായി ഇപ്പോൾ ജിഗ്ഗും റോഡും തമ്മിലുള്ള ലൈന് ടൈറ്റായി കിടക്കുകയാണ്. ഈ ജിഗ്ഗിങ് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഹാൻഡിൽ നോക്കുക. ഹാൻഡിൽ ഇങ്ങനെയാണ് ഞാൻ പിടിച്ചിട്ടുള്ളത്. ഓക്കെ. അതിന് ശേഷം ഈ ഹാൻഡിൽ ഞാൻ കക്ഷത്തിലേക്ക് ഇങ്ങനെ ഒരു സപ്പോർട്ടിന് കൊടുത്ത്, എന്നിട്ട് അതിൻ്റെ പൊസിഷൻ ഇതാണ്. ഓക്കെ. ഇതാണ് പൊസിഷനിൽ. ഇനി അതിൻ്റെ ലൈന് ടൈറ്റാക്കിയ ശേഷം 1 2 3 4 നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ജിഗ്ഗിങ്ങിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ജിഗ് വരേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഓരോ തവണ ജിഗ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ 3 തവണ ചെയ്തത് ഇതാണ്. വീണ്ടും ജിഗ്ഗിങ് 3-4 തവണ ജിഗ് ചെയ്തിട്ട് ഇത് താഴത്തേക്ക് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് ലൈന് ജിഗ് പ്രോപ്പറായിട്ട് ഡ്രോപ്പ് ആവും. പ്രത്യേകിച്ച് സ്ലോ ജിഗ് ആണെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഡ്രോപ്പ് ആവും. വീണ്ടും ജിഗ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതാണ് മെയിൻ ശ്രദ്ധിക്കേണ്ടത്, എവിടെയാണ് റോഡ് പിടിക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ. ഞാനതിൽ സ്ലോയിലാണ് കാണിക്കുന്നത്. ഇത് നമുക്ക് തന്നെ ഫാസ്റ്റായിട്ട് ചെയ്യാം, അങ്ങനെയും ചെയ്യാം. അപ്പോൾ നിങ്ങൾ കിങ് ഫിഷിനെ, ട്രവലി അങ്ങനത്തെ ആക്റ്റീവായിട്ടുള്ള ഫിഷിനെ ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ ഫാസ്റ്റ് ആക്ഷനിലാണ് മീൻ അധികം അടിക്കുക. 1 2 3 ഇത് നിങ്ങൾക്ക് എന്താണ് പറയുക, ഒറ്റ ജിഗ്ഗിങ് ചെയ്യാം, 2 ചെയ്യാം, 3 ചെയ്യാം, അതിന് ശേഷം ഹോൾഡ് ചെയ്യാം. അത് നിങ്ങളിഷ്ടം പോലെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം. അത് ഓരോരുത്തരുടെ ഐഡിയയാണ്. അതായത് നിങ്ങൾ ഏറ്റവും ബോട്ടത്തിലാണോ പ്ലേ ചെയ്യുന്നത്, മിഡിലാണോ പ്ലേ ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ എത്ര തവണ എത്ര ഫാസ്റ്റായിട്ട് ചെയ്യണം, എത്ര നേരം വെയിറ്റ് ചെയ്യണം എന്നുള്ളതെല്ലാം തീരുമാനിക്കുന്നത്. ഞാൻ ബോട്ടാണ് കളിക്കുന്നത്. അപ്പോൾ 1-2 തവണ ചെയ്തിട്ട് ജിഗ് ബോട്ടത്തിലേക്ക് പോകും. ബോട്ടത്തിൽ ഇപ്പോൾ ടച്ചായ ശേഷം വീണ്ടും ബോട്ടത്തിൽ ഒന്ന് പൊക്കും, വീണ്ടും ലൂസാക്കി ബോട്ടം ടച്ച്. ബോട്ടത്തിലാണ് ഞാൻ ഇപ്പോൾ കളിക്കുന്നത്. ഇത് തന്നെ നമ്മൾ മിഡിൽ കളിക്കുമ്പോൾ കുറച്ച് ഫാസ്റ്റ് ആയിരിക്കും. അതായത് ഇങ്ങനെ ആയിരിക്കും. ഓക്കെ. എന്നിട്ട് നമ്മൾ ബോട്ടം ചുണ്ടിച്ചുമ്പോൾ വീണ്ടും ജിഗ് ചെയ്യും. അല്ല,
നിങ്ങൾ ഇങ്ങനെ ജിഗ് ചെയ്തിട്ട് ഏകദേശം ഒരു 5 മീറ്ററിന് അടുത്തെത്തി കഴിഞ്ഞാൽ നിങ്ങൾ ജിഗ് സ്ട്രെയിറ്റ് റിട്രീവ് ചെയ്യുക. കാരണം അതല്ലെങ്കിൽ കല്ലിൽ കുടുങ്ങും. ഇത് ഒരു മെത്തേഡ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് കാണിക്കാൻ പോകുന്നത് ഫുൾ പിച്ച് ജിഗിങ് ആണ്. ഫുൾ പിച്ച് എന്ന് പറയുമ്പോൾ കാണിച്ചു തരാം എന്താണെന്നുള്ളത്. അത് ഫുൾ പിച്ചിൽ ചെയ്യേണ്ടത് ഫുൾ പിച്ച് അല്ലെങ്കിൽ ലോങ് പിച്ച് എന്നെല്ലാം പറയും. ലോങ് പിച്ച് ജിഗിങ്. ലോങ് പിച്ച് എന്ന് പറയുന്നത് നമ്മൾ ജിഗ് ചെയ്ത് ബോട്ടം എത്തിക്കഴിഞ്ഞാൽ ഫുൾ ഹൈ ആയിട്ട് നമ്മൾ റോഡ് പൊക്കുന്ന രീതിയാണ്. ഓക്കെ, ആ രീതിയിൽ പൊക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ റോഡ് പിടിക്കേണ്ടത് വേറെ ഒരു മെത്തേഡാണ്. കക്ഷത്തിലല്ല വെക്കുക, അത് നമ്മൾ ഇങ്ങനെയാണ് പിടിക്കുക. ഓക്കെ, ഈ രീതിയിൽ. ഇപ്പോൾ നിങ്ങൾ അൾട്രാലൈറ്റ് ഫിഷിംഗ് എല്ലാം ചെയ്യുന്നത് എങ്കിൽ നമ്മൾ റോഡ് സാധാരണ ഇങ്ങനെ പിടിക്കുക. ഈ ഭാഗത്ത് റോഡിൻ്റെ ഈ ഹാൻഡിൽ നമ്മൾ ഇവിടെ ഒരു സപ്പോർട്ട് കൊടുക്കും. കാണുന്നുണ്ടത്? റോഡ് ഇവിടെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഫിഷ് ചെയ്യുക. ഓക്കെ, ഇതേപോലെ. ഇപ്പോൾ നമ്മൾ അൾട്രാലൈറ്റ് ഫിഷിങ് അതല്ലെങ്കിൽ ലൈറ്റ് വെയ്റ്റ് റോഡെല്ലാം ഉപയോഗിച്ച് ഫിഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു രീതിയിൽ ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 ടൈപ്പിൽ ആക്ഷൻ കൊടുക്കാൻ പറ്റും. ഒന്ന് ഹൈ പിച്ച് ചെയ്യാം, രണ്ടാമത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഫാസ്റ്റ് ആക്ഷൻ ജിഗിങ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒന്ന് ഹൈ പിച്ച് ചെയ്യാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് കാസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ബോട്ടം ടച്ചായി, വെയിൽ ക്ലോസ് ചെയ്ത് ലൈന് ടൈറ്റായി. ഇനി ഈ മെത്തേഡിൽ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ റോഡ് ഇങ്ങനെ പിടിക്കുന്നത്. ഓക്കെ, കക്ഷത്തിലേക്ക് വെക്കുന്നില്ല, ഇങ്ങനെ പിടിച്ചിട്ട് വേണ്ട പിടിച്ചിട്ട് ഒറ്റ പൊക്ക്, എന്നിട്ട് വീണ്ടും റിട്രീവ് ചെയ്യുക, ഒന്ന് പൊക്കുക. ഈ ജിഗിങ് മെത്തേഡിന് പറയാനാണ് ഹൈ പിച്ച് ജിഗിങ്. ഓക്കെ, അപ്പോൾ ഞാൻ അതിങ്ങനെ പിടിച്ചിട്ടുള്ളൂ റോഡ്. അപ്പോൾ ഹൈ പിച്ച് ജിഗിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ റോഡ് ലൈറ്റ് വെയ്റ്റ് റോഡായിരിക്കണം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഹൈ പിച്ച് ജിഗിങ് ചെയ്യാൻ കഴിയില്ല, ഭയങ്കര ഹെവി ആയിരിക്കും. പിന്നെ നിങ്ങൾ നല്ല ഹൈറ്റും വെയ്റ്റുള്ള നല്ല ബോഡിയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഏകദേശം അടുത്തെത്താനായി. അപ്പോൾ നമ്മൾ ഫാസ്റ്റായിട്ട് റിട്രീവ് ചെയ്യുക, അല്ലെങ്കിൽ കല്ലിൽ കൊടുക്കും. ഇനി അടുത്തൊരു മെത്തേഡ്, നമ്മൾ ഫാസ്റ്റ് ജിഗിങ് തന്നെയാണ് ചെയ്യുന്നത്, ഫാസ്റ്റ് ആക്ഷനാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ കൈ ഇങ്ങനെ പിടിച്ചിട്ട്, ഓക്കെ, കക്ഷത്തിലല്ല വെക്കുന്നത്, ഇങ്ങനെ പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ അധികം ചെയ്യാത്തൊരു മെത്തേഡാണ്. അപ്പോൾ അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ കാസ്റ്റ് ചെയ്ത ശേഷം ജിഗ് വെള്ളത്തിന് ബോട്ടം ടച്ച് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ടച്ച് ആയതിനു ശേഷം വെയിൽ ക്ലോസ് ചെയ്തിട്ട് ലൈനൊന്ന് ടൈറ്റായി. അപ്പോൾ ഇതിങ്ങനെ പിടിച്ച ശേഷം ഇതിലൊരു സപ്പോർട്ട് കൊടുക്കുക. തുടക്കത്തിൽ നിങ്ങൾക്ക് കുറച്ച് പ്രശ്നം ഉണ്ടാവും. തുടക്കത്തിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ജിഗിങ് നടക്കില്ല. ഒരു 2 ആഴ്ച 3 ആഴ്ച നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ജിഗിങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു റിതം കിട്ടും. അപ്പോൾ അതുവരെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഇതിൽ സപ്പോർട്ട് ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് ഇതാണ് മൂന്നാമത്തെ മെത്തേഡ്. ഈ ആക്ഷനെല്ലാം നിങ്ങൾക്ക് ഇനി മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഫാസ്റ്റ് ആക്ഷൻ ചെയ്യാം, അതിൻ്റെ ഇടയ്ക്ക് സ്ലോ ചെയ്യാം, അതിൻ്റെ ഇടയ്ക്ക് ഹൈ പിച്ച് ചെയ്യാം. അതെല്ലാം നമ്മൾ ഓരോരുത്തർ ഐഡിയക്ക് ചെയ്യുന്നതാണ്. ഒരു മെത്തേഡ് എന്നൊന്നുമില്ല. ഓരോരുത്തർക്കും ഓരോ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ജിഗ്, റോഡ്, വെള്ളത്തിൻ്റെ കണ്ടീഷൻ അതൊക്കെ അനുസരിച്ചിട്ട് പല രീതിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടെല്ലാം ആക്ഷൻ കൊടുക്കാം. ഓക്കെ, ഞാൻ കൂടുതലായിട്ടും ചെയ്യാറുള്ളത് കക്ഷത്ത് വെച്ചാണ്. അതിന് കാരണം നമ്മൾ പെട്ടെന്ന് ടയേർഡാവില്ല, ഒന്ന്. രണ്ടാമത് നമുക്ക് ഒരുപാട് നേരം ജിഗ് ചെയ്യാനും പറ്റും അങ്ങനെ കക്ഷത്ത് വെക്കുകയാണെങ്കിൽ. മൂന്നാമത് അതുകൊണ്ടുള്ളൊരു ഗുണം, നമുക്ക് ഈ ടെന്നീസ് എൽബോ പോലുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല ജിഗ് ചെയ്യുമ്പോൾ. പക്ഷേ അതേസമയം ഇങ്ങനെ പിടിച്ച് ജിഗ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ റോഡ് വെയിറ്റ് കൂടുതലാണെങ്കിൽ ഇവിടെ നമുക്ക് ടെന്നീസ് എൽബോ ഈ പെയിനൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഫസ്റ്റ് മെത്തേഡ് കാണിക്കാം. കക്ഷത്ത് വെച്ചിട്ടുള്ളത് കാസ്റ്റ് ചെയ്ത ശേഷം ജിഗ് വെള്ളത്തിൽ ബോട്ടം ടച്ചായ ശേഷം ജിഗും റോഡിൻ്റെയും ഇടയിലുള്ള ലൈന് ടൈറ്റ് ചെയ്യുക. അതിനുശേഷം കക്ഷത്ത് ഇങ്ങനെ വെച്ചിട്ട് കൈ ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ജിഗ് ചെയ്യുക. ഈ ജിഗ് ചെയ്യുമ്പോൾ നമ്മളിത് ഒരുപാട് ആക്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ജിഗിങ് റോഡിൻ്റെ ടിപ്പ് ഫ്ലെക്സിബിൾ ആയിരിക്കും. ആ ടിപ്പിൽ ഓട്ടോമാറ്റിക്കലി ഒരു ആക്ഷൻ ഉണ്ടായിരിക്കും. ആ ആക്ഷൻ ധാരാളമാണ്. നമ്മൾ ചെറുതായിട്ടൊന്നിങ്ങനെ അനക്കി കൊടുത്താൽ മതി. നമ്മൾ ജിഗിങ് റോഡല്ല ഉപയോഗിക്കുന്നത് എങ്കിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ആക്ഷൻ കൊടുക്കേണ്ടി വരും. ഈ റോഡ് എക്കോഡർ പ്രോഡിഗലാണ്. ഇതിൻ്റെ ടിപ്പ് കുറച്ച് ടഫാണ്. അത്ര ഒരു ജിഗിങ് ആക്ഷനുള്ള ഒരു റോഡല്ല. എന്നാലും നമുക്ക് അത്യാവശ്യം ചെയ്യാൻ പറ്റും. ഞാൻ ഒന്നുകൂടി ഫസ്റ്റ് മെത്തേഡ് ഒന്നുകൂടെ കാണിക്കാം. കാസ്റ്റ് ചെയ്ത് ജിഗ് വെള്ളത്തിൽ ടച്ചായി ബോട്ടം
എത്തുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം നമ്മൾ. ഇപ്പോൾ ബോട്ട് എത്തി, വെയിൽ ക്ലോസ് ചെയ്ത് ലൈനും ജിഗും റോഡും തമ്മിലുള്ള ലൈന് ടൈറ്റാക്കി അതിന് ശേഷം കഷത്തിലേക്ക് ഇതിങ്ങനെ വെച്ച്. ഓക്കെ, അപ്പോൾ ഈ റോഡ് ഇത് ശരിക്കും കാസ്റ്റിംഗ് റോഡാണ്, അതുകൊണ്ടാണ് എനിക്ക് കഷത്തിലേക്ക് ഫുള്ളായിട്ട് വെക്കാൻ പറ്റാത്തത്. നിങ്ങൾ ജിഗിങ് റോഡ് വെക്കുകയാണെങ്കിൽ ഇത് റോഡ് റോഡിൻ്റെ ഹാൻഡിൽ കുറച്ചുകൂടി വലുതായിരിക്കും, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കഷത്തിൽ വെക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ജിഗിങ് റോഡും കാസ്റ്റിംഗ് റോഡും തമ്മിലുള്ള മെയിൻ ഒരു വ്യത്യാസമാണ് ഈ ഹാൻഡിലിൻ്റെ ലെങ്ത്ത്. ഇത് കാസ്റ്റിംഗ് റോഡായ കാരണം ചെറിയ ഹാൻഡിലാണ്, അപ്പോൾ നമുക്ക് കറക്റ്റ് കഷത്തിലെത്തില്ല. നമ്മൾ ഏകദേശം ഇങ്ങനെ മുട്ടിച്ച് നിൽക്കുകയാണ്, ഏകദേശം എത്തിക്കുകയാണ്. അപ്പോൾ കഷത്തിൽ വെച്ച് ലൈന് ടൈറ്റാക്കി ചെയ്യണം. ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഇത് റിട്രീവ് ചെയ്യുന്നുള്ളൂ. റിട്രീവ് ചെയ്തിട്ട് ഒരു 2-3 ചെയ്തിട്ട് ഒന്ന് മേലേക്ക് പൊക്കി കൊടുക്കുക വീണ്ടും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. പുതിയൊരു ട്യൂട്ടോറിയൽ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.